ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടാ. ഒരുപാട് പേരിപ്പോൾ കമൻ്റ് ഒന്നും അറിയിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പരിഭവം ഉണ്ട് എനിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സജഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കേട്ടാ. അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഹൈപ്പ് ബട്ടണും കൂടി വരും. അപ്പോൾ ഹൈപ്പും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈ പോയിന്റ്സ് കൂടുന്നതിനനുസരിച്ച് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സജസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീട് നന്നായിട്ട് വൃത്തിയായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ദൈനംദിന ജീവിതത്തിൽ ഒരു വീട്ടമ്മയുടെ ലൈഫിൽ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വീട് അത്യാവശ്യം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്സ് പലതും കുഞ്ഞു മക്കളുള്ള വീട്ടമ്മമാർക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ തന്നെ മുൻകൈ എടുത്ത് നമ്മുടെ വീട്ടിലെ ഓരോ പോർഷനും വൃത്തിയായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കയറി വന്നാലും വീട് കാണാനും, നമുക്കാണെങ്കിലും വീടിനുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നവരാണല്ലോ നമ്മൾ ഹോം മേക്കേഴ്സ്. അപ്പോൾ നമുക്ക് വീടിനുള്ളിൽ എപ്പോഴും ഒരു മെസ്സി ആയിട്ട് കിടക്കാതെ നല്ല നീറ്റായിട്ട് ഒതുക്കി ഇട്ടേക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റും നല്ല ഓക്കെ ആയിരിക്കും. നമ്മുടെ വീടിനൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും സഹകരിച്ച് മുന്നോട്ട് പോയി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മുടെ വീട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നമ്മുടെ കുറേ ഡ്രീംസ് ചേർത്ത് വെച്ച് ഉണ്ടാക്കിയെടുത്തതായിരിക്കുമല്ലേ നമ്മുടെ വീട്. അപ്പം നിങ്ങളുടെ വീട് സ്വന്തം വീടാണെങ്കിലും വാടക വീടാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഡെയിലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട് എപ്പോഴും നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും കേട്ടോ. എപ്പോഴും നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും, പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുള്ള വീടുകളിൽ. അപ്പോൾ മക്കൾ എന്തായാലും നമ്മളെ കണ്ടാണ് വളരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അവർ നോട്ടീസ് ചെയ്യും. കുഞ്ഞു മക്കളുള്ള വീടുകളിലാണെങ്കിൽ എപ്പോഴും സാധനങ്ങൾ വലിച്ചു വാരിയായിരിക്കും ഇട്ടേക്കുന്നത്, പ്രത്യേകിച്ച് അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എന്ന് നമ്മൾ തന്നെ ഒതുക്കി വെക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് കളിക്കാനുള്ളൊരു ടൈം നമ്മൾ അനുവദിച്ച് കൊടുക്കുക. അവരുടെ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ കളിക്കാതിരിക്കുന്ന സമയത്തോ ഒക്കെ അവരുടെ ടോയ്സ് ഒക്കെ ഒരു ബാസ്ക്കറ്റിലോട്ട് ഇട്ട് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ മുതിർന്നവർ അത് ചെയ്യുന്നത് കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞു മക്കളും അത് കൊച്ചിലെ തൊട്ടേ ശീലിക്കും. അപ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ പരന്ന് കിടക്കാതെ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക എന്ന് പറയുന്നത് ഒരു മ്യൂസിയം പോലെ എല്ലാ സാധനങ്ങളും ചിട്ടയോടുകൂടി ഒരു പൊടിയും അഴുക്കൊന്നും പറ്റാതിരിക്കണം എന്നുള്ളതല്ല. വീടെന്ന് പറയുന്നത് നമ്മൾ പെരുമാറുന്നൊരു സ്ഥലമാണല്ലേ. പലതരത്തിലുള്ള ആൾക്കാർ ചേർന്നാണ് നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ പലരും പല സ്വഭാവക്കാരായിരിക്കും. ചിലർ ഒതുക്കി വെക്കുന്നവരായിരിക്കാം, ചിലർ വലിച്ചു വാരി ഇടുന്നവരായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ ഓരോന്നിനും ഓരോ സ്ഥലം നിശ്ചയമായിട്ടും കണ്ടുപിടിച്ച് വെച്ചേക്കുക. അപ്പോൾ ഓരോ സാധനങ്ങൾ വെക്കാനും കൃത്യമായൊരു സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ ആ വീട് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഒരുപാട് ഓർഗനൈസേഴ്സ് ഒക്കെ മേടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെ വലിപ്പത്തിനനുസരിച്ചും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലുള്ള ഓർഗനൈസേഴ്സ് വാങ്ങി നമുക്ക് ഓരോ സാധനങ്ങളും കൃത്യ സ്ഥലത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഹാബിറ്റ്സുകളിലൂടെയാണ് നമ്മുടെ വീട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് തന്നെ 1 in 1 out റൂൾ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം വീട്ടിലേക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനത്തിന് പകരമായിട്ടായിരിക്കും ഒരു സാധനം മേടിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ പഴയ സാധനം നമ്മൾ ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് മാറ്റുക. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു ഡൈനിങ് ടേബിൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പഴയൊരു ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് മാറ്റുക കേട്ടോ. അപ്പോൾ അങ്ങനെ 1 in 1 out റൂൾ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഓരോ സ്ഥലം നമ്മൾ നിശ്ചയിച്ച് വെച്ചേക്കുക. ഇപ്പോൾ കുട്ടികളുടെ ബുക്സ് ആണെങ്കിൽ അതൊരു അവരുടെ സ്റ്റഡി ടേബിൾ ഉണ്ടാക്കി സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ വെക്കുക. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സുകൾ വെക്കാനാണെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ബീറോ അല്ലെങ്കിൽ ഒരു അലമാര വാങ്ങി വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ പുസ്തകങ്ങളും നമ്മുടെ മറ്റു സാധനങ്ങളും ഒക്കെ നമ്മുടേതായ
അതിൻ്റെതായ സ്പേസിൽ വെക്കുക. അങ്ങനെ വീട്ടിലുള്ള ഓരോ ആൾക്കാർക്കും ഓരോ മൂലയിലും നമ്മൾ ഓരോ സ്പേസ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണല്ലേ ഇപ്പോൾ വീടിന്റെ താക്കോല്, അതുപോലെ തന്നെ റിമോട്ട്, ചാർജേഴ്സ്, ഇതിനൊന്നും കൃത്യമായൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കില്ല അല്ലേ. നമ്മളിങ്ങനെ കാണുന്നിടത്തൊക്കെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ നമുക്ക് ചാവി വെക്കാനായിട്ട്, അതായത് നമ്മുടെ വീട്ടിലെ താക്കോല് വെക്കാനായിട്ട് ഒരു കീ ഹോൾഡർ മേടിച്ച് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഡോറിന്റെ പുറകുവശത്തോ എടുക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു കീ ഹോൾഡർ വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ചാർജറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഏതെങ്കിലും ഒരു കൊച്ചു ട്രേ വെച്ചിട്ട് അവിടോട്ടേക്ക് വെക്കാം. പിന്നെ ചാർജേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ വെക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു സ്ഥലത്തേക്ക് ഒതുക്കി നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചൊരു ബോക്സിനകത്ത് ഇട്ട് അടച്ചെവിടെയെങ്കിലും വെക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഡെയിലി ഒരു 10 മിനിറ്റ് ക്ലീനപ്പ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കണം. ദിവസവും ഒരു 10 മിനിറ്റ് മതി, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ച് പൊടി തട്ടി എടുക്കുക കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡീപ്പ് ക്ലീനിങ് അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബെഡ്റൂമിലെ ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം അല്ലേ. ഇപ്പോൾ നമ്മൾ പഴയ ആ ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചിടാം. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടായിരിക്കും പോകുന്നതല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് ഒതുക്കി ക്ലീൻ ചെയ്ത് വെക്കാം. പിന്നെ തുണികൾ കഴുകിക്കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇങ്ങനെ കുന്നുകൂട്ടി ഇട്ടേക്കല്ലേ. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് തന്നെ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് പെട്ടെന്ന് അതങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് ഡെയിലി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും. അതുപോലെ തന്നെ സ്റ്റോറേജ് ബോക്സസും അതുപോലെ ലേബിൾസും ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഓരോ സാധനങ്ങൾ ഇട്ട് വെക്കാനും നമുക്ക് ഓരോ ബോക്സസ് മേടിച്ച് വെക്കാം. ഒരുപാട് സ്റ്റോറേജ് ബോക്സസ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. എസ്പെഷ്യലി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത് സ്റ്റോറേജ് ബോക്സസുകളിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലാണെങ്കിൽ സ്പൈസ് ബോക്സസും ഗ്രോസറീസ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട് ഓരോന്നിനും ഓരോ ബോക്സസ് മേടിച്ച് അതിനകത്തൊന്ന് ലേബൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള മറ്റു അംഗങ്ങൾക്കും അതും അതെടുത്ത് ഉപയോഗിക്കാനായിട്ട് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ വീക്കിലി ഒരു ഡീക്ലട്ടർ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യണം. ഇപ്പോൾ വർക്കിംഗ് മോംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വർക്കിംഗ് ഹോം മേക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ, ജോലിക്ക് പോകുന്നവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും അല്ലേ കിട്ടുന്നത്. ഇപ്പോൾ ഒരു സൺഡേ ആയിരിക്കും അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു റൂം ക്ലീൻ ചെയ്യാട്ടോ. അപ്പോൾ മാസത്തിലൊരു 4 ആഴ്ച കൊണ്ട് നമ്മുടെ വീടിൻ്റെ ഓരോ റൂമുകളും, കിച്ചണോ അല്ലെങ്കിൽ ലിവിംഗ് റൂം, അങ്ങനെ ഓരോ സ്ഥലവും ക്ലീൻ ചെയ്താൽ തന്നെ വീട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു റൂം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട് അത്യാവശ്യം നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്ലോത്ത് മാനേജ്മെന്റ്, അതായത് നമ്മൾ നമ്മുടെ വസ്ത്രം ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായ സ്ഥലത്ത് തന്നെ അത് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് ഇടുക കേട്ടോ. അതായത് നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കഴുകാനുള്ളത് നമ്മളൊരു ലോണ്ടറി ബാസ്ക്കറ്റ് ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡ്രസ്സസ് അങ്ങനെ കൊണ്ടുപോയി ഇടാം. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ തുണികൾ കഴുകി ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് ദിവസം തുണികൾ കഴുകാതെ ഇട്ട് ഇങ്ങനെ കുന്നുകൂട്ടി അതൊരു വലിയൊരു ഭാരമാവുന്നേക്കാളും നല്ലത് ഒന്നുകിൽ മാക്സിമം പറ്റുമെങ്കിൽ ഡെയിലി തുണികൾ കഴുകിയിടുക. എല്ലാ സമയം ഇല്ലാത്തവരാണെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 ദിവസം കൂടുമ്പോഴോ ഒക്കെ അങ്ങനെയൊക്കെ തുണികൾ കഴുകിയിടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിജിറ്റൽ ഡീക്ലട്ടറിങ് എന്ന് പറയും. അതായത് നമ്മുടെ ഫോണും നമ്മുടെ ലാപ്ടോപ്പും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്യാട്ടോ. അപ്പം ഞാൻ ഡെയിലി എൻ്റെ ഫോണിൽ ഇങ്ങനെ നോക്കും, ആവശ്യമില്ലാത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അതുപോലെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഫോണിലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഫോണിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കാണുമ്പോൾ നമുക്കതൊരു നെഗറ്റിവിറ്റി ഉണ്ടാകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഡീക്ലട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. ഇപ്പോൾ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മൈൻഡ് ഒന്ന് ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ആവശ്യമില്ലാത്ത തോട്ട്സുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം കാമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കുക. ഇതൊക്കെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റും എല്ലാം നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാം.
അതുപോലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളത്, പോസ്റ്റ്പോണ്ട് ചെയ്ത് മാറ്റി വെക്കുക എന്നുള്ളത്. അപ്പോൾ പോസ്റ്റ്പോണ്ട് മൈൻഡ് സെറ്റ് നിങ്ങൾക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഇന്ന് തന്നെ ഉപേക്ഷിക്കുക. ഒരു കാര്യങ്ങളും നാളത്തേക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കരുത് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ക്ലീനിങ്ങുകൾ നമ്മൾ ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല. നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ പല തിരക്കുകളും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലികൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യട്ടോ. നാളത്തേക്ക് ഒരു കാര്യങ്ങളും മാറ്റി വെക്കാതിരിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മിനിമലിസം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. മിനിമലിസം എന്ന് പറയുന്നത് ഒരു വലിയൊരു ടോപ്പിക്കാണ്. പലർക്കും അറിയാമായിരിക്കും, നമ്മുടെ വീഡിയോ കാണുന്ന പലരും മിനിമലിസ്റ്റുകളായിരിക്കാം. അപ്പോൾ ഒരു മിനിമലിസ്റ്റ് എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യൂ, ഞാൻ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം. അപ്പോൾ മിനിമലിസ്റ്റുകളുടെ വീടെന്ന് പറയുന്നത് ഒരു സാധനങ്ങളും ഇല്ല എന്നുള്ളതല്ല, ഉള്ള സാധനങ്ങൾ അവർ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യമായ സാധനങ്ങൾ മാത്രം വീട്ടിൽ മേടിക്കുക. അനാവശ്യമായിട്ടുള്ള ഷോപ്പിങ്ങുകൾ നടത്തി നമ്മുടെ കയ്യിലെ പൈസയും കളയാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സ്പേസും അപഹരിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രം നമ്മുടെ വീട്ടിലത്തേക്ക് പുതിയ പുതിയ സാധനങ്ങൾ മേടിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പർച്ചേസ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഈ യൂട്യൂബിലുള്ള മറ്റു വീഡിയോകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വീഡിയോസൊക്കെ കണ്ടിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മറ്റുള്ളവരെ കണ്ട് നമ്മൾ വാങ്ങിക്കരുത് ഒരിക്കലും. നമുക്ക് ആവശ്യമുണ്ടോ, നമ്മുടെ വീട്ടിൽ അതുണ്ടോ ഇല്ലയോ, ഇപ്പോൾ നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം ഓൺലൈനായിട്ടുള്ള പർച്ചേസുകൾ കൂടുതലും എടുക്കാനായിട്ട് ശ്രമിക്കട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്പുകളെല്ലാം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവരെ കണ്ട് കോപ്പി അടിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ മേടിച്ച് കൂട്ടും സാധനങ്ങൾ, പക്ഷേ പലപ്പോഴും പല സാധനങ്ങളും നമ്മുടെ വീടിൻ്റെ മൂലയ്ക്ക് കുന്നുകൂട്ടിയിട്ടേക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നോക്കുക, നിങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും സാധനമുണ്ടോ. നിങ്ങൾ 6 മാസത്തിൽ കൂടുതലായിട്ട് ഒരു സാധനം യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവനും ആ സാധനം യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന് തന്നെ അത്തരം സാധനങ്ങൾ കണ്ടുപിടിച്ച് വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കട്ടോ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ മേടിച്ചിട്ട് ഉപയോഗം ഇല്ലെങ്കിൽ പോലും അത് വീടിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി കൂട്ടി വെച്ചേക്കും. എന്നിട്ട് വർഷങ്ങളോളം അത് അവിടെ ഇരുന്ന് അത്രയും സ്പേസ് അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ ഒഴിവാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട് ഒരുപാട് സ്പേസ് ഉണ്ടാവുകയും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ എന്തുണ്ടെങ്കിലും, എസ്പെഷ്യലി നമ്മുടെ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ഈ കിച്ചണിൽ ഉപയോഗിക്കുന്ന വെസൽസ്, പിന്നെ ബുക്സ്, പഴയ ബുക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ഡൊണേറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഉപയോഗമില്ലാത്ത സാധനം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് മടുത്ത ഒരു സാധനം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ഡൊണേറ്റ് ചെയ്യാണ്ട് ശ്രമിക്കട്ടോ. എന്ന് കരുതിയിട്ട് വസ്ത്രങ്ങളൊക്കെ പഴയതും ഒരുപാട് ചീത്തയായതും കീറിപ്പോയതുമായിട്ടുള്ളതൊന്നും ഡൊണേറ്റ് ചെയ്യരുത്. അത്യാവശ്യം കൊള്ളാവുന്ന മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തുണികൾ മാത്രം നമ്മൾ മറ്റുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യാട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ ഇതുപോലെ പുതിയ ഡ്രസ്സുകൾ എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ പഴയ ഡ്രസ്സുകൾ വീട്ടിൽ നിന്നും ഒഴിവാക്കും. അതും നല്ല കീറിയതോ അല്ലാതെ ഡാമേജ് ഒന്നും ഇല്ലാത്തതാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അതും ഞാൻ കഴുകിയതിന് ശേഷം നല്ലപോലെ മടക്കി ഒരു കവറിനകത്തിട്ട് വെച്ചേക്കും. അപ്പോൾ ഓരോ തവണ ഡ്രസ്സ് എടുക്കുമ്പോഴും എൻ്റെ അലമാരിൽ നിന്ന് ഓരോ ഡ്രസ്സ് കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണല്ലേ, നമ്മുടെ വീട്ടിൽ തുണികൾ നമുക്ക് പുതിയത് മേടിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുതിയ പുതിയ അലമാരകളും ഷെൽഫുകളും മേടിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഒരിക്കലും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഓരോ തവണ ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോഴും എൻ്റെ അടുത്തുള്ള പഴയ ഡ്രസ്സ്, അതായത് എനിക്ക് ഇടാൻ പാകമല്ലാത്തതോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ വേണ്ടാന്ന് തോന്നുന്ന തുണികളോ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പുതിയ അലമാരയും പുതിയ ഷെൽഫുകളും മേടിച്ചിട്ട് പിന്നെയും നമ്മൾ തുണികൾ മേടിച്ച് കൂട്ടി നമ്മുടെ വീട്ടിൽ സ്പേസ് കളയാതെ ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു ശീലമായിരിക്കും. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്നൊരു ബുക്കിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്താൽ വളരെ ഉപകാരപ്പെടും. എൻ്റെ അച്ഛൻ്റെ നിന്നാണ് ഞാൻ ഈ ഒരു ശീലം പഠിച്ചത്. നമുക്ക് എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ. ഒരു ദിവസം നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 4 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ റെസ്റ്റ് എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആ ഒരു റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നീണ്ടു പോവാതിരിക്കുകയാണ് വേണ്ടത്. കുറേ ദിവസത്തേക്ക് നമ്മളിങ്ങനെ മടി പിടിച്ച് ഒരു ജോലിയും ചെയ്യാതെ വീട് ഇങ്ങനെ മെസ്സിയാക്കി ഇട്ടേക്കുന്നതിലും ഭേദം 2 ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടോ ഒക്കെ നമ്മുടെ വീട്ടിലുള്ള ക്ലീനിങ്ങുകൾ കൃത്യമായിട്ട് ചെയ്യാട്ടോ. അപ്പം നിങ്ങൾക്ക് ക്ലീനിങ് ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടും
കിട്ടുന്നില്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ക്ലീനിങ് മോട്ടിവേഷനെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ ചാനലിലും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കണ്ടതിന് ശേഷം നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും. അങ്ങനെ ഒരു ഹാബിറ്റ് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മാറാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൃത്യമായിട്ട് തന്നെ അടിച്ച് കളയാണ്ട് ശ്രമിക്കുക കേട്ടോ. മാറാല പിടിച്ചിരിക്കുന്ന വീടുകളിൽ ഒരിക്കലും ലക്ഷ്മി വാസം ഉണ്ടാവില്ല എന്ന് പറയും. അതായത് പോസിറ്റീവ് എനർജി നിലനിൽക്കില്ല എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ മൈൻഡ് സെറ്റിനെയാണ് ബാധിക്കുന്നത്. നമ്മൾ വീട്ടമ്മമാരാണല്ലോ ഏറ്റവും കൂടുതൽ സമയം വീടിനുള്ളിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ പുറത്ത് പോകുന്നവരാണ്. അവർ പഠിക്കാനും ഹസ്ബൻഡ് ജോലിക്കും ഒക്കെ പോകുന്നവരാണ്. അപ്പോൾ അവരും പുറത്ത് പോയിട്ട് വീട്ടിൽ വരുമ്പോൾ അവിടുത്തെ ടെൻഷൻ എല്ലാം മാറണം എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കണം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ പോലും വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ കുറേ നേരം ഒരേ സാധനം ഒരേ അടുത്ത് കണ്ട് നമ്മുടെ മൈൻഡ് സെറ്റും ഓക്കെ അല്ലാതാവും. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ വീട് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇതിൽ 2-3 ഹാബിറ്റ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്നും ഇതിലേതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ടായിട്ട് മാറും. അപ്പം അങ്ങനെയുള്ള വീടുകൾ എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറ്റബോധമാണല്ലേ, നമ്മൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അല്ലെങ്കിൽ ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്നുള്ളത്. അങ്ങനെ ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ സ്വർഗമാണല്ലേ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കുറേ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടി ഉണ്ടാക്കിയൊരു വീടായിരിക്കും അത്. അപ്പോൾ അത് വൃത്തിയായി കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ആ വീട്ടമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളോടും പറയുക, ഇതുപോലെ വലിച്ചു വാരി ഇടരുത്, അല്ലെങ്കിൽ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ. അപ്പം നമ്മളത് ചെയ്ത് കാണിക്കുമ്പോൾ കൂടുതലും നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ ഇൻലോസ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ അതിനോട് സഹകരിക്കും. പിന്നെ അങ്ങനെ സഹകരിക്കാത്തവരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വീട് മാക്സിമം ഒതുക്കി വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ ഡെയിലി ചെയ്യുന്ന ചെറിയ ശീലങ്ങളിലൂടെ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇട്ടേക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം മേലെ ടെറസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടെറസിൻ്റെ മേലെ ഞാൻ ചെടികളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഹസ്ബൻഡും കൂടി. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഒരു അവിൽ മിൽക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ അടുത്തൊരു മലയാളി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഹസ്ബൻഡ് ഫസ്റ്റ് ടൈമാണ് ഈ അവിൽ മിൽക്ക് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നാട്ടിലൊക്കെ ആയിരുന്നപ്പോഴും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ട്, പക്ഷെ അത് ഈ ഒരു ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഞങ്ങൾ ടെറസിൻ്റെ മേലെ വന്ന് ഇവിടെ ഇരുന്ന് ഇന്ന് ഈ അവിൽ മിൽക്കൊക്കെ കുടിക്കാമെന്ന് കരുതി. ആമി ഇതിനിടയിൽ സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവളെ ഒന്ന് ഫ്രഷപ്പ് ആക്കിയതിന് ശേഷമാണ് ടെറസിൻ്റെ മേലേക്ക് വന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടെറസിൻ്റെ മേലെ ഇരിക്കുന്ന ചെടികളൊക്കെ എടുത്ത് മാറ്റിയെന്ന്. അപ്പോൾ നമുക്ക് ഇനി ടെറസിൻ്റെ മേലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ വരുന്ന ദിവസത്തെ വ്ളോഗിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മുടെ ടെറസിൻ്റെ മേലെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ ഈ ഒരു വൈകുന്നേര സമയമാകുമ്പോൾ കുറേ പക്ഷികളൊക്കെ ഇങ്ങനെ നമ്മുടെ ആകാശത്തിൽ വട്ടമിട്ട് പറക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്ത് പക്ഷിയാണെന്ന് അറിയത്തില്ല, പുതിയതായിട്ട് വന്നേക്കുന്ന ബേർഡ്സ് ആണ്. ഇപ്പോൾ ഒരു 7 മാസം കൊണ്ടുണ്ട് കേട്ടോ. ഒരു വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് കാണുന്നത്. സൂര്യൻ അസ്തമിക്കാറാവുന്ന സമയത്താണ് അത് കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഹസ്ബൻഡും ആമിയും കൂടി ഇവിടെ വന്നിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പം ആമിക്കും ഹസ്ബൻഡിനും അത് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇത്തരം കാര്യങ്ങളിലൊന്നും ചേരത്തില്ല. അപ്പം ഞാൻ ആ സമയത്താണ് ഇവിടെ ഇരുന്നിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഞങ്ങൾ ചായ കൊണ്ടുവന്ന് ഇവിടെ വന്നിരുന്ന് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ലേക്കിൽ ഒരുപാട് പക്ഷികളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ബേർഡ്സ് ഒക്കെ പറന്ന് പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതേ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി വെച്ചേക്കേട്ടാ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീക്ക് മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.